ഒരു ദിവസത്തെ പരോളിനെങ്കിലും പുറത്തിറങ്ങിയാൽ എല്ലാവരെയും കൊല്ലുമെന്ന്. ജയിലിൽ കിടക്കുന്ന അവൻ ഇതൊക്കെയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു പേടി. അത് തന്നെയാണല്ലോ അവ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചു തരാമെന്ന്. ആൻറ്റി, ഇതൊക്കെ അവൻ ചുമ്മാ പറയുന്നതല്ലേ. ഈ ജയിലിൽ അകപ്പെട്ട് പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാ. നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ. മനുവിനോട് പറഞ്ഞ കൃത്യമായിട്ട് നമ്മളോട് വന്ന് പറയുമെന്നറിയാം. ആ, ഇപ്പതേ അമ്മ അത് കേട്ട് പേടിച്ചു. അതിന്റെ അർത്ഥം ജീവൻ ജയിച്ചു എന്നല്ലേ? അല്പമൊക്കെ ധൈര്യം കാണിക്കാൻ അമ്മയെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ആയിരുന്നില്ല. നമ്മളെ പ്രതീക്ഷിക്കുന്നിടത്തല്ല അവൻ അടിക്കുന്നത്. അവന് ആരൊക്കെയോ കൂട്ടുകാരുണ്ട്. അതില് ആരൊക്കെ ഇപ്പോ അവൻ ചെയ്ത കുറ്റത്തെ അനുകൂലിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഹരി പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അത് ആത്മഹത്യാപരമായൊരു കാര്യമാണ് ആൻറ്റി. എൻ്റെ ഭാഗത്ത് നിന്ന് അതെന്തായാലും ഉണ്ടാവില്ല. വരുന്നതൊക്കെ വരട്ടെ. ജയിലിൽ കിടക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഒന്നുമല്ലല്ലോ. അനുയായികളെ ഇറങ്ങി പകരം വീട്ടാൻ. ഇത് ജീവനല്ലേ, വിട്ടുകളയ. ഒരാൾ പേടിപ്പിക്കുന്നത് കേട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. ജീവൻ മാത്രമല്ല, ജീവന് കൂട്ടുകാരുണ്ടെങ്കിൽ അവരും വരട്ടെ അമ്മ. നമ്മൾ ഇതുവരെ കണ്ടതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ കോടതിയിൽ എന്നെ വിസ്തരിക്കല്ലേ. അമ്മയുടെ ഈ പേടിക്ക് കൂടി ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്.